ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാൻഡ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് പാർട്ടി വെയർ നെറ്റഡ് ഫ്രോക്കാണ്. ഇതെൻ്റെ മോടെ ബർത്ത്ഡേക്ക് വേണ്ടി ഞാൻ ഡിസൈൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 7 മീറ്ററാണ് നെറ്റ് എടുത്തേക്കുന്നത്, 3.5 മീറ്റർ ലൈനിങ് എടുത്തിട്ടുണ്ട്. ഈ മോഡലൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്ക് ഇതേ കിട്ടിയുള്ളൂ. ലേസാണ് കേട്ടോ ആ റെഫറൻസ് പിക്കിലുള്ളത്. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സാണ് എടുത്തത്. 49ൻ്റെയും 16 രൂപയുടെയും ഫ്ലവേഴ്സാണ് എടുത്തേക്കുന്നത്. 6 to 7 ഇയേഴ്സിൻ്റെ മെഷർമെൻറ്റാണ് എടുക്കുന്നത്. സൈസ് ഒരു 28ഓളം വരും. അപ്പോൾ ടോട്ടൽ നമ്മൾ ഗൗൺ മോഡലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, ഫുൾ ഫ്രോക്ക്. അപ്പോൾ 39 ആണ്. അപ്പോൾ 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മുകളിലത്തെ പാർട്ട് 9.5 എടുത്തിട്ടുണ്ട്. അപ്പോൾ തയ്യൽ തുമ്പൂടെ കൂട്ടി 11ലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. താഴത്തെ പോർഷൻ 30 അപ്പോൾ 30ഉം 9ഉം 39. അപ്പോൾ താഴത്തെ പോർഷൻ ഞാൻ മടക്കി അടിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ 31 ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വേസ്റ്റിന്ന് ഒരു ഷോൾ മോഡലാണ് നമ്മൾ ഇപ്പോൾ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ലൈനിങ്ങിൽ നമുക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് നോക്കാം. 5.5 ഷോൾഡർ, താഴോട്ട് 4.5യിലാണ് ഞാൻ ആം ഹോൾ കൊടുക്കുന്നത്. പിന്നെ 11 താഴോട്ടുള്ള ലെങ്ത്ത്. ചെസ്റ്റ് വരുന്നത് 6.5 തയ്യൽ തുമ്പും, വേസ്റ്റ് 6 തയ്യൽ തുമ്പും. ആം ഹോളൊന്ന് ചരിച്ച് വരച്ചു കൊടുത്തു. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. നെറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ 2 ലെയർ ലൈനിങ് കൊടുക്കുന്നുണ്ട്. മെയിൻ നെറ്റിൽ നമ്മൾ അതേപോലെ കട്ട് ചെയ്തെടുത്തേ. പിന്നെ നെറ്റാണ് ഇത്, നമുക്ക് താഴോട്ടുള്ള പോർഷന് വേണ്ടേ. അപ്പോൾ 7 മീറ്ററാണ് നെറ്റ് ഞാൻ ടോട്ടൽ എടുത്തേക്കുന്നത്. അപ്പോൾ 1/2 മീറ്റർ നമ്മൾ മുകളിലത്തെ പോർഷന് വേണ്ടി പോയി. പിന്നെ 6.5 ഉണ്ട്. അപ്പോൾ 3.25 ഫ്രണ്ടിലും 3.25 ബാക്കിലുമായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന ലെങ്ത്ത് 31. ഇതേപോലെ ഫ്രണ്ടിലും ബാക്കിലും വേണ്ടി 2 പീസ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ലൈനിങ്ങിൽ 2 ഇഞ്ച് കുറച്ചിട്ട് 29ലാണ് ലൈനിങ് കട്ട് ചെയ്തെടുത്ത്. ഇനി നെക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്യാം. നെക്കിൻ്റെ വിത്ത് 2.5 നീളം 4.5 കൊടുക്കുന്നുണ്ട്. 4 നമ്മുടെ നെക്കിൻ്റെ നീളം, 1/2 ഇഞ്ച് കൂടെ കൂട്ടി കൊടുത്ത് ഇതേ രീതിയിൽ ഫ്രണ്ടും ബാക്കും നമുക്ക് നെക്ക് ചെയ്തെടുക്കാവേ. ബാക്കാണ്, ഇനി ഫ്രണ്ടും കൂടെ. ഇനി ലൈനിങ്ങിൻ്റെ ചീത്ത ഭാഗം മാർക്ക് ചെയ്തില്ലേ, മുകളിൽ ഇരിക്കുന്ന നല്ല ഭാഗമാണ്. പിന്നെ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗം വെച്ച് കൊടുത്തു. പിന്നെ ലൈനിങ്ങിൻ്റെ ചീത്ത ഭാഗമാണ് മുകളിൽ ഇരിക്കുന്നത്. ഇനി നമുക്ക് നെക്ക് വെച്ച് സെക്യൂർ ചെയ്തിട്ട് നെക്ക് നമ്മൾ വരച്ച രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. പിന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ചെറിയ ചെറിയ കട്ട്, സ്റ്റിച്ച് വീഴാതെ കൊടുക്കുക. ഇനി ആ ലൈനിങ്ങിനെ ഒന്ന് നീക്കിയിട്ട് ആ ലൈനിങ്ങിൻ്റെ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച്, മെയിൻ ക്ലോത്ത് ടച്ച് ചെയ്യാതാണ് സ്റ്റിച്ച് പോകുന്നത്. എന്നിട്ട് ആ ലൈനിങ്ങിനെ പുറകിലേക്ക് മടക്കിയിട്ടിട്ട് മെയിൻ ക്ലോത്തിൻ്റെ കഴുത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തു. ഇനി മെയിൻ ക്ലോത്തിനെ 2 ലൈനിങ്ങിനെയും കൂടെ 3 സൈഡ് കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുവാണേ. ബാക്ക് സൈഡ് ഇതേ രീതി ഫ്രണ്ട് സൈഡൂടെ നമുക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ. ഇനി ഷോൾഡർ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്ലോപ്പ് ചെയ്ത് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ലോപ്പ് ചെയ്ത് ജോയിൻ ചെയ്യണേ. നമ്മൾ മെഷർമെൻറ്റ് മെഷർ ചെയ്തപ്പോൾ സ്ലോപ്പ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് അങ്ങ് സ്ലോപ്പ് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുവാണേ.
ഇനി അതിനെ ബാക്ക് സൈഡിലോട്ടൊന്ന് ആ സ്റ്റിച്ചിനെ ബാക്ക് സൈഡിലോട്ട് നിർത്തി വെച്ചിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് കൊടുത്തു. ഇനി അതിനെ 4ആയിട്ട് മടക്കിയിട്ടിട്ട് ഒന്നുകൂടെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. 4.5 ആം ഹോളും ചെസ്റ്റ് 6.5 1/2 ഇഞ്ച് ആം ഹോളൊന്ന് ചരിച്ച് വരച്ചു കൊടുത്ത് അതങ്ങ് കട്ട് ചെയ്തെടുക്കുവാണ്. പിന്നെ താഴോട്ട് 10.5 സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ലൈൻ കൊടുത്തിട്ട് വേസ്റ്റ് പാർട്ടൊക്കെ കട്ട് ചെയ്ത് കളയുവാണ്. ഇനി ഫ്രണ്ട് സൈഡ് ആം ഹോളൊന്ന് 1/2 ഇഞ്ച് എടുത്ത് വെട്ടുവാണ്. ഇനി ഡയറക്റ്റായിട്ട് നമ്മൾ ആം ഹോള് ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി അടിച്ചു കൊടുക്കുവാണ്. ഇതേപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ചെസ്റ്റ് 6.5 വേസ്റ്റിൻ്റെ അവിടെ 6 മെഷർമെൻറ്റ് കൊടുത്തേ. കറക്റ്റാ മെഷർമെൻറ്റ് അപ്പുറവും ഇപ്പുറവും കറക്റ്റായിട്ട് മെഷർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് അളന്ന് നോക്കുക. നമുക്ക് 13.5 കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ താഴത്തെ പോർഷൻ്റെ നെറ്റ് എടുത്ത് കേട്ടോ അത് ചെറിയ ചെറിയ പ്രില്ലിട്ട് കൊടുക്കുവാണ്. നമ്മൾ ഇതേപോലെ പ്രില്ലിട്ട് നമ്മൾ ഫ്രണ്ട് സൈഡിൽ മാത്രം 13.5 മെയിൻ ക്ലോത്തിലും ലൈനിങ്ങിലും അതേപോലെ 13.5 എടുക്കണേ. ഇതിപ്പോൾ ഫ്രണ്ട് സൈഡിലാണ് ഞാൻ ഫ്രില്ലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ 3.4 തുണിയും നമ്മൾ ഈ 13.5 ഇഞ്ചിൽ ഫ്രില്ലിട്ടെടുക്കാൻ പോവാണ്. അപ്പോൾ നല്ല ഫ്രില്ല് വേണമെങ്കിൽ മെറ്റീരിയൽ അധികം വേണം കേട്ടോ. അപ്പോൾ ഇത് ടോട്ടൽ 7.5 മീറ്ററിലാണ് ഞാൻ ഈ ഫ്രോക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ 13.5 ഉണ്ട്. ഇതേ രീതിയിൽ നമുക്ക് ലൈനിങ് ഇപ്പോൾ 1.4 ഉള്ളു കേട്ടോ. ലൈനിങ്ങിലും അതേപോലെ 13.5 ഫ്രില്ലിട്ടെടുക്കണം. ഇതേപോലെ ഫ്രില്ലിട്ടെടുത്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ അടിഭാഗം മടക്കി അടിക്കണേ. എന്നിട്ട് നമ്മൾ മുകൾ പോർഷൻ ചെയ്ത് വെച്ചില്ലേ അതിൽ ജോയിൻ ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഇതേ രീതിയിൽ ജോയിൻ ചെയ്തെടുത്താൽ മതി. നമുക്ക് മൊത്തത്തിൽ ചെയ്തെടുക്കുമ്പോൾ ക്യാരി ചെയ്യാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഓരോ സൈഡായിട്ട് ചെയ്യുന്നത്. ഇത്രയും മെറ്റീരിയൽ ഉള്ളത് കാരണം വെയിറ്റുമാണ്, നമുക്ക് മാനേജ് ചെയ്യാനും പാടാണ്. ബാക്കിലും ഇതേ രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിൽ നമുക്ക് സിബ് വെച്ച് കൊടുക്കാം. ബാക്ക് സൈഡ് കറക്റ്റായിട്ട് 2ആയിട്ട് മടക്കി കൊടുത്തു. പിന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തെന്നിപ്പോൻ ചാൻസ് കൂടുതലാണ്. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ ബാക്ക് സൈഡിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുവാണ്. താഴത്തെ പോർഷനിലൂടെ ഇറക്കി കൊടുക്കുന്നുണ്ട്. അവിടെ ഇച്ചിരി പാടാണ് കേട്ടോ. ഫ്രില്ലിട്ടെടുത്ത് കഴിയുമ്പോഴത്തേനും അവിടെ നമുക്ക് പിടിക്കാനായിട്ട്. ഇനി സ്റ്റിച്ചിട്ടതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു കട്ട് കൊടുക്കുവാണേ. കട്ട് കൊടുത്തിട്ട് ആ കട്ട് കൊടുത്ത 2 ഭാഗം നീക്കി വെച്ചു. ഇനി സിബ് വെച്ച് കൊടുക്കുവാണ്. ഈ കളർ സിബൊന്നും കിട്ടിയില്ല കേട്ടോ. ബ്ലാക്ക് കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഈ ഡ്രസ്സിനകത്ത് ഞാൻ മെയിൻ നെറ്റും ലൈനിങ്ങും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. സ്റ്റിഫ് നെറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. കാരണം സ്റ്റിഫ് നെറ്റ് ഉപയോഗിച്ചാൽ നമുക്ക് വീണ്ടും അത് യൂസ് ചെയ്യാനായിട്ട് തോന്നില്ല കേട്ടോ. അത്ര ഹെവി ആയിരിക്കും നമ്മുടെ ഡ്രസ്സ്. പിന്നെ നമുക്ക് മടക്കി വെക്കാനായാലും വാഷ് ചെയ്യാനായാലും ഒക്കെ ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ ഡയറക്റ്റായിട്ട് ഡ്രസ്സിനകത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ. അതുകൊണ്ടാണ് ഞാനിതിനകത്ത് അപ്ലൈ ചെയ്യാത്തത്.
ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്റ്റിഫ് നെറ്റിൻ്റെ സ്കേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോൾക്ക് ഏത് ഡ്രസ്സിൻ്റെയും കൂടെ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ 2 വള്ളി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. 3.5 വീതിയിലും 25 നീളത്തിലുമാണ് കേട്ടോ ഈ വള്ളി ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. വള്ളിയും അതൊന്ന് തിരിച്ചിട്ടെടുത്തു. പിന്നെ നമുക്കത് നമ്മുടെ വേസ്റ്റ് ഭാഗത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണേ. അപ്പോൾ ദാ 6.5 6. ഇനി നമുക്കിത് ഡയറക്റ്റായിട്ട് താഴ്ഭാഗം വരെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് വള്ളി അകത്തേക്ക് വെച്ച് കൊടുത്തു. ഇനി ലൈനിങ്ങും മെയിൻ ക്ലോത്തും എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണേ. 2 തയ്യൽ തുമ്പിട്ട് കൊടുക്കാം. താഴെ വരെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ 2 സൈഡും അടിച്ചെടുക്കാവേ. അപ്പോൾ ദാ 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. പ്ലെയിനായിട്ട് തന്നെ നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേസ്റ്റിൻ്റെ ഭാഗം വരുന്നത് 12.5 കേട്ടോ. അപ്പോൾ നമുക്കിനി ബെൽറ്റും ഷോളും ചെയ്യണ്ടേ, അതിന് വേണ്ടി സ്ട്രൈറ്റ് ആയിട്ടൊരു തുണി കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് ഞാൻ 8 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നീളം ഞാൻ എത്ര എടുത്തത്, 13.5 എന്തോ എടുത്തു. അപ്പോഴേ നമുക്ക് സൈഡൂടെ മടക്കി അടിച്ച് വരുമ്പോഴത്തേനും 12.5 കിട്ടത്തുള്ളൂ. അപ്പോൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തു. മെയിൻ ക്ലോത്തിൽ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തേ. ഇനി അതിൻ്റെ 4 വശം ഒന്ന് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം, മെയിൻ ക്ലോത്തിൻ്റെ ലൈനിങ്ങിൻ്റെയും കൂടെ. 4 സൈഡും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മടക്കി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തേ. ഇപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. ഇതിനെ സൈഡ് 2ഉം ഒന്ന് മടക്കി സ്റ്റിച്ചിട്ടു. ഒരു സൈഡേ മടക്കിയുള്ളൂ കേട്ടോ. ഓരോരോ ഐഡിയകൾ ഞാൻ ചെയ്ത് നോക്കുമായിരുന്നേ. ഒന്നുകൂടെ സ്റ്റിച്ചിട്ട് എടുത്തു. ഇപ്പം ഇത് നല്ല കട്ടിയായി കേട്ടോ. അതിൻ്റെ ഒരു സൈഡിൽ ഇതേ രീതിയിൽ കോണായിട്ട് മടക്കിയിട്ട് ഒരു വള്ളി വെച്ച് കൊടുത്തു. ഇപ്പുറത്തെ സൈഡും അതേപോലെ ഒരു വള്ളി വെച്ച് കൊടുത്തു. ഇപ്പോൾ ഇതൊരു ബെൽറ്റ് മോഡലായില്ലേ. ഇനി നമുക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ മോഡൽ ലെങ്ത് അനുസരിച്ച് 1.25 മീറ്ററിൽ ഒരു തുണി എടുത്തിട്ടുണ്ട്. അതിന് നല്ല പ്ലീറ്റ് ഇട്ട് മടക്കി കൊടുത്തു കേട്ടോ. ഫുൾ നമ്മുടെ 46 ഇഞ്ചിൻ്റെ വീതിയിലെ തുണി നന്നായി പ്ലീറ്റ് ഇട്ട് മടക്കി കൊടുത്തു. ഇനി നമ്മൾ ആ ചെയ്ത് വെച്ച ബെൽറ്റിൽ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണേ. എന്നിട്ട് നമ്മുടെ ആ ഫ്ലവേഴ്സില്ലേ അത് ഈ ബെൽറ്റിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചേക്കുവാണ്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ അത് നമ്മൾ ഈ ഇത് ഷോൾഡറിലേക്ക് വരുന്ന ആ ഷോൾഡറിലേക്ക് വരുന്ന ഭാഗത്തും ഒരു ഫ്ലവർ വെച്ച് കൊടുത്തു. ആ ഫ്ലവർ ഞാൻ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടില്ല. ഇതാണ് എൻ്റെ കുഞ്ഞു പെണ്ണിൻ്റെ ബർത്ത്ഡേയുടെ ഔട്ട്ലുക്ക്. ഇപ്പോൾ ടോട്ടൽ ഈ ഒരു ഔട്ട്ഫിറ്റിന് എനിക്ക് കോസ്റ്റ് ആയേക്കുന്നത് 474 രൂപയാണ് കേട്ടോ. ഞാൻ ഹോൾസെയിലിൽ മെറ്റീരിയൽ എടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഈ ഫ്രോക്കിൻ്റെ അടിയിൽ ഞാൻ സ്റ്റിഫ് നെറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു സ്റ്റിഫ് നെറ്റിൻ്റെ സ്കേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് സ്കേർട്ടിൻ്റെയും കൂടെ ഫ്രോക്കിൻ്റെയും കൂടെ പെയർ ചെയ്യാമെന്ന് ഓർത്തിട്ട് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു കിഡില വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.